വെൽക്കം വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചൊരു വീഡിയോ ആണ്. എങ്ങനെ ഈ അടുക്കളയിലൊക്കെ ഉള്ള പ്രാണികളെ, കുഞ്ഞീച്ചകളെ, പൂവീച്ച, കണ്ണീച്ച എന്നൊക്കെ പറഞ്ഞ ഇവറ്റങ്ങളെ എങ്ങനെ കുരുക്കിലാക്കാം, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് തന്നെ നോക്കാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തുളസിയും അതേപോലെ അലോവേര, കറ്റാർ വാഴയില ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഇവറ്റങ്ങൾക്കുള്ള ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ തുളസിയുടെ ആ ഒരു മണം ഉണ്ടല്ലോ, അതുവരെ ഇവറ്റങ്ങ ഭയങ്കരമായിട്ട് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ തുളസിയൊക്കെ നിൽക്കുന്ന അതിൻ്റെ അവിടെ കതിരിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞീച്ചകളില്ലേ, അതിങ്ങനെ വന്നിങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് തുളസീനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കറ്റാർ വാഴ. അപ്പോൾ കറ്റാർ വാഴയുടെ തൊലിയൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ, കാരണം നമ്മൾ ഉള്ളി, അതായത് നമുക്ക് കഴിക്കാനൊന്നും അല്ലല്ലോ നമ്മൾ എടുക്കുന്നത്, ഇവരെ ട്രാപ്പിലാക്കാനല്ല. അപ്പോൾ ഇതിൻ്റെ ഇത് കളഞ്ഞില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കറ്റാർ വാഴയുടെ ഇത് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി മിക്സിയിൽ ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ കിട്ടും, ആകെ ഇങ്ങനെ ഒരു ഉണ്ട പരുവത്തിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസിൻ്റെ അത്രയും വേണ്ട, ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സിയിലൊന്ന് നല്ലപോലെ അടിച്ചെടുക്കുക. അടിച്ചാൽ നല്ല നൈസായിട്ട് ഇതേ കണ്ടാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സംഭവം കിട്ടും. അപ്പോൾ ഇതിന് നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല, കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇതൊഴിച്ചു കൊടുത്തിട്ട് ഇതെവിടെയാണോ നമുക്ക് ഇവറ്റങ്ങൾ കൂടുതലായിട്ട് വരുന്നത്, ഈ കുഞ്ഞീച്ചകളും പ്രാണികളും, അവിടെ നമുക്കതിൻ്റെ ഇപ്പോൾ കിച്ചണിലാണെങ്കിൽ കിച്ചണിൻ്റെ ഒരു സ്ലാബിൻ്റെ ഒരു മൂലയ്ക്കായിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണം, ആ തുളസിയുടെ മണം ഇവറ്റങ്ങളെ അട്രാക്റ്റ് ചെയ്ത് ഇവറ്റങ്ങളെ വേഗം വരും ചെയ്യും. പിന്നെ ആ ഒരു നമ്മുടെ അലോവേരയുടെ ആ ഒരു വഴുവഴുപ്പില്ല, അത് കാരണം അതിനകത്ത് വന്ന് വെട്ട ഇവറ്റങ്ങൾക്ക് പോകാനും പറ്റില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ സെക്കൻഡ് ടിപ്പ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതേമാതിരി തന്നെ കുറച്ച് തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തേക്കുന്നത് പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റ് ഒരെണ്ണം കേട്ടോ. അപ്പോൾ ഇനി പാരസെറ്റാമോൾ ഇല്ല, ഡോളാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഡോളോ എടുത്തോ, പ്രശ്നമൊന്നുമില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതെടുത്തോ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ പാരസെറ്റാമോളിനെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ പെട്ടെന്ന് പൊടിയും ഈ സംഭവം ഭയങ്കര നൈസായിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ ഒരു കടലാസിലോട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇതൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ ചതച്ചൊരു നമ്മുടെ ഉള്ളി ചതയ്ക്കുന്ന സാധനമോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മുട്ടി കൊടുക്കുക. ഇതൊന്നും പറ്റില്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെ കോലില്ലേ, അത് വെച്ച് അതിലൊന്ന് മുട്ടി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം എന്താണ്, പൊടിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അത് പൊടിച്ചെടുക്കാം നമുക്ക്. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി പഞ്ചസാര പൊടിച്ചത് കയ്യിലിരിക്കണമെങ്കിൽ അത് ചേർത്താൽ മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലേ വേണ്ടൂ. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് പൊടിച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ മിക്സിയിലൊന്നും ഇടാണ്ടിരുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ തുളസിയുടെ, കറ്റാർ വാഴയുടെ ഇല്ലേ, ഈ ടിപ്പുകൾ നമുക്ക് അടുക്കളയിൽ മാത്രമല്ല കേട്ടോ, മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ മാവൊക്കെ പൂക്കണ സമയമാണല്ലേ. അപ്പോൾ നിറയെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വന്ന് അതിനകത്ത് മാവിൻ്റെ ആ മാങ്ങയ്ക്കകത്ത് പുഴുവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ കുഞ്ഞു ആ ഈച്ചകളെ എന്താ പറയുക, കായീച്ച എന്നാണ് അതിന് പറയാം, അവറ്റങ്ങളെയും പിടിക്കാനായിട്ട് ഈ സംഭവം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തുളസിയിലല്ലേ, അതിനൊന്ന് നല്ലപോലെ കയ്യിലിട്ടൊന്ന് ഞെരടിയെടുക്കുക. ഇപ്പോൾ ചതയ്ക്കൊന്നും വേണ്ട, കയ്യിൽ തന്നെയിട്ട് നമ്മൾ തിരുമ്മിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ നീരും മണവും ഒക്കെ നല്ലപോലെ വരും അല്ലേ. നമ്മൾ അതിങ്ങനെ അങ്ങ് തിരുമ്മിയാൽ മതി. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മറ്റേ അയ്യമ്മപ്പച്ചില എന്നൊക്കെ പറയില്ലേ, മറ്റേ മുറിവൊക്കെ വരുമ്പോൾ അതിങ്ങനെ, അതിന് എന്ത് വേറെ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞങ്ങൾ അങ്ങനെ പറയാം. അതിങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ നല്ലപോലെ ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോൾ അതിൻ്റെ നീരൊക്കെ വരും. എന്നിട്ട് ആ നീരൊഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മുറിവ് ഉണങ്ങും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതേപോലെ ഇങ്ങനെ തിരുമ്മി അങ്ങ് നമുക്ക് ഈ തുളസിയുടെ മൊത്തം നമുക്ക് ഇലേനെ തിരുമ്മി അങ്ങ് എടുക്കാം കേട്ടോ. ഇനി തിരുമ്മിയെടുത്തതിന് ശേഷം നമ്മുടെ കൈമയ്ക്കാവും, പക്ഷെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ പൊക്കോളും. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചിരട്ട, അപ്പോൾ ഞാനൊരു ചിരട്ടയിലാണ് ഇത് വെക്കാൻ പോകുന്നത്. ചിരട്ട എടുക്കുക, അതിലേക്ക് നമുക്ക് ഈ തുളസിയുടെ ഞെരടി എടുത്തത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും നമ്മുടെ പാരസെറ്റാമോളും കൂടി പൊടിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇത് തിരുമ്മി യോജിപ്പിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ തുളസിയുടെ മണം കാരണം ഇവറ്റങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വരും ഇതിൻ്റെ മണം കേട്ട് കഴിഞ്ഞിട്ട്. പക്ഷെ അത് വന്ന് അതിലിരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവറ്റങ്ങൾക്ക് കിട്ടുന്നത് എന്താ, ഈ പാരസെറ്റാമോളാണ്. പാരസെറ്റാമോൾ ശരിക്കും ഒരു കില്ലർ തന്നെയാണല്ലോ. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഇവറ്റങ്ങൾ ചത്തുപോകും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി
നമ്മുടെ നെക്സ്റ്റ് ടിപ്പ്, ഇത് ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ വേറെ വീഡിയോൻ്റെ കൂടെ ആയതുകൊണ്ട് എല്ലാവരുടെയിലേക്ക് എത്തിയില്ല. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് 2 ടിപ്പ് ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ എടുക്കുക, അതിലേക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളവും അതേപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നമ്മുടെ വിനാഗിരിയും പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ വീടുകളിൽ എപ്പോഴും എന്തായാലും 1-2 പഴമൊക്കെ ഇതിങ്ങനെ നല്ലപോലെ കറുത്ത് പിന്നെ ആരും കഴിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നല്ലോണം ചീഞ്ഞൊക്കെ തുടങ്ങുമ്പോൾ അത് കളയേണ്ടത്, അതിങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ മെൽറ്റായി കിട്ടാൻ നല്ലതാണ്. എന്നിട്ട് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ കുറച്ച് വെള്ളവും പഞ്ചസാരയും കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ടായാലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആൾക്കാരെ നമുക്ക് പിടിക്കാൻ പറ്റും. ഇനി ഇതാ ഇങ്ങനെ നമ്മൾ മറ്റേ കപ്പലണ്ടിക്കൊക്കെ ഇത് കുത്തൂലേ, കോണാക്കി എടുക്കില്ലേ, അതേപോലെ കോണാക്കി എടുത്തിട്ട് അതിൻ്റെ മറ്റേ വശം നമ്മളൊരു സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, അതിന് വിട്ട് പോരാണ്ടിരിക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്റ്റാപ്ലർ വെച്ച് അടിക്കാനാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അടിച്ചോ, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ ആ ഒരു ഇതില്ലേ എൻഡ് ഭാഗം അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് അതിൽ വെച്ച് കൊടുക്കാം. പക്ഷേ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് നമ്മുടെ ഈ ഇതില്ല, അത് മുട്ടാൻ പാടില്ല. നമ്മുടെ ഈ കോൺ പോലെ ആക്കി വെച്ചേക്കുന്ന കടലാസ് മുട്ടാൻ പാടില്ല. ഇനി അതിൻ്റെ വായു ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതും ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചങ്ങ് മൊത്തം ഒന്ന് ഇതാക്കി കൊടുക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ട് ആളായിരിക്കും. ഇതിനകത്ത് കൂടെ നമ്മുടെ പ്രാണികളൊക്കെ ഓടി വന്ന് അതിൽ വീണോളും. അപ്പോൾ ഇതാ ഈ ടിപ്പും ഞാൻ ഓൾറെഡി കാണിച്ചേക്കുന്നതാണ്, പക്ഷേ മിക്കവരുടെക്കും കണ്ടില്ല കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ ലേശം വെള്ളം എടുക്കുക, അതിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിലും മതി കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ മുന്തിരി ഉണ്ടായി, മുന്തിരിട്ട് പഴം എന്ത് ഫ്രൂട്ടാണോ നമ്മുടെ കയ്യിലുള്ള അതിടുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ നമ്മുടെ ഏത് ലിക്വിഡാണോ നമ്മൾ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് അതിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഗ്രേപ്സൊക്കെ ഇപ്പോൾ നല്ല അവൈലബിൾ ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചീയൽ പോലെയൊക്കെ വരില്ലേ, അതിനെടുത്ത് അങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ച് അതിനൊന്ന് കവർ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ച് ഒന്ന് ഇതാക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ 2 സൈഡ് ഇങ്ങനെ ഇത് പൊന്തി നിൽക്കേണ്ട സൈഡ് വലിച്ചാൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മുടെ ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഒരു കമ്പി കഷ്ണോ ചൂടാക്കിയിട്ട് അതിങ്ങനെ കുഞ്ഞു ഓട്ടകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഓട്ടയ്ക്കോടെ ആൾക്കാർ വന്ന് അതിനകത്തോട്ട് വീണോളും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ എന്താ പറയുക പെട്ടെന്ന് നമ്മുടെ കുഞ്ഞീച്ച, കണ്ണീച്ച, കായീച്ച ഇവറ്റങ്ങളൊക്കെ പിടിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ചിരട്ടയിൽ നമ്മൾ തുളസിയുടെ ഇലയും ഇതും ചെയ്തില്ലേ, അത് നമ്മൾ ഈ മാവിൻ്റെ അവിടെയൊക്കെ ഒരു ചരടിയിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നമുക്ക് ഈ കായീച്ചേനെയൊക്കെ പിടിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഇത്രയും ടിപ്പുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.